എന്തുകൊണ്ട് ഇന്ത്യയിലത്തെ ജെൻസി പോപ്പുലേഷന് പൊളിറ്റിക്സ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീൽഡായി തോന്നുന്നില്ല? എന്താണ് രാഷ്ട്രീയം? നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന മേഖലകളിൽ രാഷ്ട്രീയം എന്ന് പറയേണ്ടത്, രാഷ്ട്രീയം എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു, ജനങ്ങൾക്ക് സർവീസ് കൊടുക്കാനുള്ള ഒരു ടൂളായിട്ടാണ് രാഷ്ട്രീയം കാണേണ്ടത്. അത് സ്വന്തം പണം സമ്പാദനത്തിനുള്ള ഉപാധിയായിട്ടല്ല. നമ്മൾ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ കേൾക്കുന്നത് എന്നാണ് അലിഗേഷൻ, കൗണ്ടർ അലിഗേഷൻ, ആരോപണം, പ്രത്യാരോപണങ്ങൾ. അവർക്ക് സ്വീകരിക്കാൻ കഴിയത്തക്കവണ്ണമുള്ള മോഡലുകളിലേക്ക് രാഷ്ട്രീയം പോകാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് തോന്നുന്നത്. അപ്പോൾ എന്താ ആദ്യം വേണ്ടത്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ട്രാൻസ്പെറൻസി വേണം. ഇതിൻ്റെ ഉത്തരം, അവർക്ക് താല്പര്യമില്ലാത്തതിന് ഉത്തരം, സംശുദ്ധമായ ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാതെ വന്നു പോയതുകൊണ്ട്. തലവേദന മാറ്റാൻ തലവെട്ടി മുറിച്ച് മാറ്റുന്നത് പോലെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു കുഴപ്പങ്ങളുടെ പേരിൽ വിദ്യാർത്ഥി രാഷ്ട്രീയമേ വേണ്ട എന്ന് പറയുന്നത്. ക്യാമ്പസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ വിദ്യാർത്ഥികളല്ല ശ്രമിക്കുന്നത്, ഭരണാധികാരികൾ ശ്രമിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ അവർക്ക് സൗകര്യം എന്താണ്? സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് ഇല്ലാതിരിക്കുക, ക്യാമ്പസിൽ മറ്റൊരു ശബ്ദം ഉണ്ടാവാതിരിക്കുക. എത്ര നല്ല സ്റ്റുഡൻസ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫ്രീഡം മൂവ്മെൻറ്റ് തന്നെ സ്റ്റുഡൻറ്റ് മൂവ്മെൻ്റ് ആയിരുന്നില്ലേ? രാഷ്ട്രീയമല്ലേ? അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നിരോധിക്കുന്ന ഒരു കാര്യത്തോടും എനിക്ക് യോജിപ്പില്ല. അതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്താം, അതിന് നമുക്ക് ഗൈഡ് ലൈൻ കൊടുക്കാം, അതിനെ നല്ല വഴിയിലൂടെ കൊണ്ടുപോകാൻ നമുക്കെല്ലാം കൂട്ടായി പരിശ്രമിക്കാം. അല്ലാതെ അതില്ലാതാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.